ഗിരാമാഹുർദേവീം ദ്രുഹിണഗൃഹിണീമാഗമവിദോ ഹരേ പത്നീം പത്മാം ഹരസഹചരീമദ്രിതനയാം തുരീയാ കാപിതും ദുരധിഗമനിസ്സീമ മഹിമാ മഹാമായാ വിശ്വം ഭ്രമയതി പരബ്രഹ്മമഹിഷി. സർവേ വൈ ദേവ ദേവീമുപതസ്തു കാസിത്വം മഹാദേവി സാബ്രവീത് അഹം ബ്രഹ്മരൂപിണീ മത്തഃ പ്രകൃതിപുരുഷാത്മകം ജഗത്. മൂലാധാര സരോരുഹത്തിലുണരും ശ്രീമത് പരാശക്തിയായി നാഭീ പത്മദളത്തിലൂർന്ന മധുവുണ്ടിടുന്ന വശ്യന്തിയായി മച്ചിത്താംബുജമധ്യമധ്യമയുമായി നീ വൈഭവേ വൈഖരീരൂപം പൂണ്ടു നിതാന്തമെൻ്റെ രസനത്തുമ്പത്തുതിക്കേണമേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രി 2-ാം ദിവസം ലളിതാ ഹൃദയത്തിലൂടെ തുടരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്ര ജപത്തെ പറ്റിയും നാമജപത്തെ പറ്റിയും നമ്മൾ സൂചിപ്പിച്ചു. ചില മന്ത്രങ്ങൾ, ഉദാഹരണമായി ഗായത്രി പോലെയുള്ള മന്ത്രങ്ങൾ എല്ലാവർക്കും ചൊല്ലാം. പക്ഷേ അതിൻ്റെ ഗുണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ കൃത്യമായി ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് ദീക്ഷ വാങ്ങി കരന്യാസങ്ങളോടുകൂടി ജപിക്കണം. എന്നാൽ രാമനാമം ജപിക്കാൻ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ മുമ്പേ സൂചിപ്പിച്ചു. അപ്പം നാമജപവും മന്ത്രജപവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ചില ആളുകൾ പറയും, ഞാനിന്ന് മത്സ്യ മാംസാദികൾ കഴിച്ചു, അതുകൊണ്ട് നാമം ചൊല്ലാൻ പറ്റില്ല, ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല. ചിലർ പറയും, വീട്ടിലെ അശുദ്ധമാണ്, അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, സത്സംഗത്തിൽ പോകാൻ പറ്റില്ല. ഇവിടെ നമ്മൾ അമ്പലത്തിൽ പോകാതിരിക്കാനും നാമം ചൊല്ലാതിരിക്കാനും ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങളിൽ പലരും ചിന്തിക്കും, ഞാൻ ഇത്രയും കാലം കൊണ്ടു നടന്ന ശീലങ്ങളെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കുകയാണല്ലോ എന്ന്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് സ്വീകരിക്കാം. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലരും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാമജപത്തിനും ക്ഷേത്ര ദർശനത്തിനുമൊക്കെ തടസ്സങ്ങൾ കൽപ്പിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ തുഞ്ചത്താചാര്യന്റെ വാക്കുകളെ കഴിഞ്ഞ ദിവസം നമ്മളെ ഓർമ്മിപ്പിച്ചു. നാമജപത്തിന് പ്രത്യേകിച്ച് കാല ദേശപരിമിതികളൊന്നും തന്നെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന ശീലങ്ങളെ മാറ്റണമെന്നല്ല, മറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്ന് മാത്രം. അപ്പം ഇന്നലെയും ഇന്നുമായി പറഞ്ഞതിൻ്റെ സാരം ശരീരശുദ്ധിയേക്കാൾ മനസ്സിൻ്റെ ശുദ്ധിക്കാണ് നാമജപത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിനെ ദേവിയുടെ 1000 നാമങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. പിന്നെ സ്ഥിരമായി ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് സ്വസ്ഥമായി ഇരുന്ന് ഗുരുവിൻ്റെ അടുത്തു നിന്നും പഠിച്ച്
ഗുരുവിൻ്റെ ദീക്ഷയോടുകൂടി കരന്യാസത്തോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ അത് അഭികാമ്യം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചത്. ബ്രഹ്മാണ്ഡ പുരാണ അന്തർഗതമായിരിക്കുന്ന ലളിതോപാഖ്യാനത്തിൻ്റെ ഭാഗമായാണ് ലളിതാ സഹസ്രനാമത്തെ നമ്മൾ കണക്കാക്കി വരുന്നത്. എന്നാൽ ഇന്ന് ലഭ്യമായ ബ്രഹ്മാണ്ഡ പുരാണങ്ങളിൽ ഒന്നും തന്നെ ലളിതാ സഹസ്രനാമം എന്ന ആ ഒരു സ്തോത്ര ഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തിൻ്റെ യഥാർത്ഥ ഉറവിടം കൃത്യമായി നിർണയിക്കുവാനും സാധ്യമല്ല. എന്നാൽ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് അതീവ രഹസ്യമാണെന്ന് ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലളിതാ സഹസ്രനാമം ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ലളിതാ സഹസ്രനാമം വളരെ രഹസ്യമായിട്ടുള്ള തത്വത്തെ പ്രതിപാദിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതിലെ രഹസ്യം എന്താണ് എന്ന് പറയുവാൻ സാക്ഷാൽ ജഗദംബികയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശ്രീ ലളിതാ സഹസ്രനാമം പൊതുവെ ഒരു താന്ത്രിക ഗ്രന്ഥമായിട്ടാണ് പറയുന്നത്. എന്നാൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആത്മസാക്ഷാത്കാരത്തിന് വഴിതെളിയിക്കുന്ന ഒരു ബ്രഹ്മവിദ്യ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അഖണ്ഡ പരിപൂർണ സച്ചിദാനന്ദ സ്വരൂപിണിയായ ശ്രീ ലളിതാ പരമേശ്വരിയെ സ്വന്തം സ്വരൂപമായി സാക്ഷാത്കരിക്കുവാനുള്ള ബ്രഹ്മവിദ്യയാകുന്നു ഈ ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം. സകല ചരാചരങ്ങളുടെയും ഹൃദയത്തിൽ സ്വയം പ്രകാശിക്കുന്നവളായും എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നവളായും സ്ഥിതി ചെയ്യുന്ന പരമാത്മസ്വരൂപിണി തന്നെയാണ് ജഗദംബ എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽപ്പെട്ടിരിക്കുന്ന ജീവന് ജ്ഞാന ഭക്തി ധ്യാന ഭാവനാമാർഗങ്ങളിലൂടെ പരമപദത്തെ എങ്ങനെ പ്രാപിക്കാം എന്ന് ഈ സ്തോത്രം വ്യക്തമാക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപവും പൂർണ്ണവുമായ ശക്തി തത്വമാണ് ശാക്തധർമ്മത്തിൻ്റെ മുഖ്യ സിദ്ധാന്തം. ആ അർത്ഥത്തിൽ ശ്രീ ലളിതാ സഹസ്രനാമത്തെ അദ്വൈത അനുഭൂതിക്കുള്ള ഒരു സാധനാമാർഗമായി കാണാവുന്നതാണ്. ശാക്തേയന്മാരുടെ സാധനകളിലെല്ലാം ഈ അദ്വൈതവാദം നിലകൊള്ളുന്നുണ്ട്. അഹം ദേവി ന ചാന്യോസ്മി ബ്രഹ്മൈവാഹം ന ശോഭവാക് സച്ചിദാനന്ദ രൂപോഹം നിത്യമുക്ത സ്വഭാവവാൻ. ഈ സങ്കല്പമാണ് ശരിയായ ശാക്തേയന് ഉണ്ടായിരിക്കേണ്ടത്. പറഞ്ഞു വരുന്നത് ജഗത് സ്വരൂപിണിയായ ലളിതാ പരമേശ്വരിയുടെ ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിക്കാനുള്ള ഉപാസന പദ്ധതികളാണ് ലളിതാ സഹസ്രനാമത്തിൽ പ്രതിപാദിതമായിട്ടുള്ളത്. ലളിതാംബിക എന്ന നാമത്തിന് ലീലായുക്തമായി സ്വവിലാസത്താൽ സകല ജഗത്തിനെയും വിവർത്തരൂപേണ സൃഷ്ടിക്കുന്ന അംബികയായി ബ്രഹ്മസ്വരൂപേണ സ്ഥിതി ചെയ്യുന്നവളാണ് എന്ന് അർത്ഥം. ലളിതാ സഹസ്രനാമത്തെ കുറിച്ചിട്ടുള്ള ചെറിയ ഒരു വിവരണമാണ് ഇന്നിവിടെ നൽകിയത്. ഇനി വരും ദിവസങ്ങളിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഹൃദയത്തിലൂടെ നമുക്കൊരു ഓട്ടപ്രദക്ഷിണം നടത്താം. ലളിതാ ഹൃദയത്തിലൂടെ തുടരും. എല്ലാവർക്കും നമസ്കാരം.